എല്ലാ കൂട്ടർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ എന്താണ് ചലന സമവാക്യം എന്നൊരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് പ്രോബ്ലംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ്. നല്ലോണം പഠിക്കണം. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യണം. നമ്മൾ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ചെന്നിട്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ചെക്ക് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസുകളും എല്ലാം അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുക. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ കാർ മൂവിംഗ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓഫ് 5 meter/second ഇഫ് ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meter in 2 seconds? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 meter/second സമപ്രവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറിന് 2 സെക്കൻഡിൽ 10 മീറ്റർ ദൂരം ചലിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിന്റെ ത്വരണം എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടോ? അപ്പൊ ആദ്യമേ കാണുമ്പോഴേ തന്നെ നമ്മൾ നോക്കണം എന്തെല്ലാം തന്നിട്ടുണ്ടെന്ന് നോക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം വെലോസിറ്റി എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? അതായത് പ്രവേഗത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? സമപ്രവേഗം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ പ്രവേഗത്തിലാണ്. സമപ്രവേഗം എന്ന് പറയുമ്പോൾ ഒരേ പ്രവേഗത്തിലാണ്. അതായത് വെലോസിറ്റിക്ക് അവിടെ ചേഞ്ച് ഉണ്ടാകുന്നില്ല അല്ലെ? യൂണിഫോം വെലോസിറ്റി ആണ്. യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ത്വരണം എത്രയായിരിക്കും? നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ സമയമാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. ഇവിടെ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ഉണ്ടോ? ഇല്ല, സമപ്രവേഗമാണ്, ഒരേ പ്രവേഗമാണ്. വെലോസിറ്റി ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ നോക്കുക, നമ്മളിങ്ങനെ ചെയ്യാനൊക്കെ തുടങ്ങും. പക്ഷെ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് നോക്കുക എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. യൂണിഫോം വെലോസിറ്റി സമപ്രവേഗമാണ്. സമപ്രവേഗമാകുമ്പോൾ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ചെയ്യാനൊന്നും നിൽക്കണ്ട. മനസ്സിലായല്ലോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ റീജിയൻസ് ഓഫ് ദ ഗ്രാഫ് ദാറ്റ് റെപ്രസെന്റ് ദ ഫോളോയിങ്? ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ? ഈ ഗ്രാഫില് നോക്കിയോ ഏതെല്ലാം വിഭാഗങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ടൈം വെലോസിറ്റി ആണ്, സമയപ്രവേഗ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? സമപ്രവേഗം അല്ലെങ്കിൽ എന്താണ്? യൂണിഫോം വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏരിയ ഏതാണെന്നാണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. അത് ഏത് ഏരിയ ആണ്? അതാ ഈ ഏരിയ ഇല്ലേ? അതായത് സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? AB എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ ആണ് അല്ലെ? AB എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സെക്ഷൻ ആണ് യൂണിഫോം വെലോസിറ്റി. മനസ്സിലായല്ലോ? ഇനി എന്താണ്? റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം. എന്താണ് മന്ദീകരണം? ഇങ്ങോട്ട് പോരുമല്ലേ? ഇതാണ് മന്ദീകരണത്തെ സൂചിപ്പിക്കുന്നത്. അതായത് ഏതാണ്? BC ആണ് കേട്ടോ. BC ആണ് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷനെ സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. എ ചൈൽഡ് സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം എ പോയിന്റ് എ along a straight line path towards the east and reaches a point B which is 50 meter away. Then he returns through the same path and reaches the point C which is 30 meter east to the point A. എന്താണ് പറഞ്ഞിരിക്കുന്നത്? A എന്ന സ്ഥലത്ത് നിന്ന് 50 മീറ്റർ കിഴക്കോട്ട് നേരെ സഞ്ചരിച്ച് ഒരു കുട്ടി B എന്ന സ്ഥലത്ത് എത്തുന്നു. ക്ലിയർ ആയല്ലോ? തുടർന്ന് ബിയിൽ നിന്നും തിരികെ അതേ പാതയിലൂടെ യാത്ര ചെയ്ത് കുട്ടി എയിൽ നിന്ന് 30 മീറ്റർ കിഴക്കുള്ള കേട്ടോ C എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. അപ്പൊ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്ര? കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പൊ എന്താണ്? നമുക്ക് നോക്കാം. എ എന്ന സ്ഥലത്ത് നിന്ന് 50 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പൊ നോക്കുക, നമ്മൾ ഈസ്റ്റ് ഇങ്ങോട്ട് ഞാൻ ഈസ്റ്റ് കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. ഇത് വെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ എന്താണ്? എ എന്നൊരു പോയിന്റ് ഇവിടുന്ന് കേട്ടോ, ഞാൻ ഇവിടെ ഇതാണ് എ ആയിട്ട് കൺസിഡർ ചെയ്യുക. എ എന്ന പോയിന്റിൽ നിന്നും എങ്ങനെയാണ് 50 മീറ്റർ കിഴക്കോട്ട് ആ കുട്ടി ഇങ്ങോട്ട് പോവാണ്, ഈസ്റ്റിലേക്ക് സഞ്ചരിക്കുകയാണ്. അതായത് ബി എന്ന് പറഞ്ഞ ഇതാന്ന് വിചാരിച്ചു. ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലെത്തി. അപ്പൊ ആ കുട്ടി സഞ്ചരിച്ച ദൂരം ഇത്രമാണ്. ആ കുട്ടി സഞ്ചരിച്ചത് എത്രയാണ്? 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? തുടർന്ന് ബിയിൽ നിന്നും തിരികെ അതേ പാതയിലൂടെ യാത്ര ചെയ്ത് കുട്ടി എയിൽ നിന്ന് 30 മീറ്റർ കിഴക്കുള്ള C എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. അപ്പൊ ബിയിലെത്തി.
ബിയിൽ നിന്ന് അതേ പാതയിലൂടെ കുട്ടി തിരിച്ച് സഞ്ചരിക്കുക. എന്നിട്ട് എന്താണ്, ഈ എയിൽ നിന്ന് 30 മീറ്റർ കിഴക്കുള്ള, ഈ എയിൽ നിന്ന് 30 മീറ്റർ കിഴക്കെന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങോട്ട് പോകണം ഇല്ലേ, കിഴക്കോട്ട് പോകണം. 30 മീറ്റർ, അതായത് ഏകദേശം ഇവിടെ 30 മീറ്റർ കിഴക്കുള്ള സി, ഇവിടെയാണ് സി. ക്ലിയർ ആയല്ലോ? അപ്പൊ ബിയിൽ നിന്ന് കുട്ടി തിരിച്ചിങ്ങോട്ട് പോയിട്ട് സിയിലെത്തി. സി എന്ന് പറയുന്നത് പോയിന്റ് എവിടെയാണ്, എയിൽ നിന്ന് 30 മീറ്റർ, അതായത് ഈ ഡിസ്റ്റൻസ് എയിൽ നിന്ന് 30 മീറ്റർ അകലെയാണ് സി എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. അവിടെയാണ് കുട്ടി എത്തിയത്. ക്ലിയർ ആയോ? പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ്? കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, കുട്ടി എയിൽ നിന്നും ബിയിലെത്തി ഇല്ലേ, ബിയിലെത്തിയപ്പോ എത്രയാണ്, 50 ആണ് അല്ലേ. ഇനി അവിടുന്ന് ബിയിൽ നിന്ന് സിയിലെത്തുന്നുണ്ട് ഇല്ലേ. അപ്പൊ ബിയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാം ടോട്ടൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എ ടു ബി. എ ടു ബി എന്ന് പറഞ്ഞ എത്രയാണ്, 50 മീറ്റർ ആണ് ഇല്ലേ, 50 മീറ്റർ ആണ്. ഇനി ഈ എയിൽ നിന്നും സിയിലേക്കുള്ള എത്രയാണ്, എയിൽ നിന്ന് സിയിലേക്കുള്ള 30 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബി ടു സി കണ്ടുപിടിക്കാലോ. ബിയിൽ നിന്നും സിയിലേക്കുള്ള ദൂരം എത്ര വരും, 50 മൈനസ് 30, 20 മീറ്റർ എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ, എയിൽ നിന്നും ബിയിലേക്ക് 50 ആണ്, എയിൽ നിന്നും സിയിലേക്ക് 30 ആണ്. അപ്പൊ ഇത്ര ഉണ്ട്. അപ്പൊ ഈ ഇത്രയും ബി സി കണ്ടുപിടിക്കാലോ. ഈ 50 നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി സി കിട്ടും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാ നോക്കിയേ, ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ദൂരം എത്രയാണ്, എയിൽ നിന്നും ബിയിലെത്തി, പിന്നെ ബിയിൽ നിന്നും സിയിലെത്തണം, അതല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പം എയിൽ നിന്നും ബിയിലേക്ക് എത്രയാണ്, 50 ആണ്. പിന്നെ ബിയിൽ നിന്നും സിയിലേക്ക് വരാനുള്ള എത്രയാണ്, 20 ആണ് അല്ലേ. അപ്പം 50 + 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 70 മീറ്റർ ആണ് കുട്ടി ആകെ സഞ്ചരിച്ച ദൂരം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ചൈൽഡ്? കുട്ടിക്കുണ്ടായ സ്ഥാനാന്തരം എത്ര എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇല്ല, അല്ലെങ്കിൽ ഇനീഷ്യൽ പോയിന്റ് ഏതാണ്, എ ആണ്. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനീഷ്യൽ പോയിന്റ് ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ആ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യ സ്ഥാനം ഏതാണ്, എ ആണ്. അന്ത്യസ്ഥാനം ഏതാണ്, സി ആണ് ഇല്ല. അപ്പം എയിൽ നിന്നും സിയിലേക്കുള്ള ദൂരം എത്രയാണ് അല്ലെ, 30 മീറ്റർ അല്ലേ. അപ്പൊ ഏതാണ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് വന്നിരിക്കുന്നത്, 30 മീറ്റർ ആണ്. ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ദൂരം, അതാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. അപ്പം എ ആണ് ഇനീഷ്യൽ പോയിന്റ്, സി ആണ് ഫൈനൽ പോയിന്റ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് അല്ലെങ്കിൽ ദൂരം എത്രയാണ്, 30 മീറ്റർ ആണ്. മനസ്സിലായല്ലോ? പിന്നെ ഒരു കാര്യങ്ങൾ നോക്കണം, കുട്ടിക്കിന്റെ സ്ഥാനാന്തരം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 30 മീറ്റർ ആണ്. ആ സ്ഥാനാന്തരം എങ്ങോട്ടാണ്, സ്ഥാനാന്തരത്തിന് യൂണിറ്റ് ഉണ്ട് അല്ലേ. അപ്പം ടുവാർഡ്സ് ഈസ്റ്റ് എന്ന് പറയണം കേട്ടോ. 30 മീറ്റർ ഈസ്റ്റിലേക്കാണ്, അതായത് 30 മീറ്റർ കിഴക്കോട്ടാണ് അതിന്റെ സ്ഥാനാന്തരം. ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അപ്പൊ അതും കൂടെ പറയുക കേട്ടോ, 30 മീറ്റർ ഈസ്റ്റ് എന്നുള്ളത്. ദ ആൻസർ ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പോസ് ചെയ്തിട്ട് നോക്കുക, എഴുതിയെടുക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സെലക്ട് സ്യൂട്ടബിൾ ഐറ്റം ഫ്രം ദ ബോക്സ് 1, അതായത് ഓരോ ബോക്സ് ഉണ്ടല്ലോ, ടു ഫിൽ കോളം ബി ആൻഡ് സെലക്ട് ഐറ്റംസ് ഫ്രം ബോക്സ് ടു ഫിൽ കോളം സി. അതായത് ബോക്സ് 1-ൽ നിന്നും ബി കോളം ഫില്ല് ചെയ്യാനും ബോക്സ് 2-ൽ നിന്നും സി ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ ഓരോ സിമ്പിൾസ് ആണ്. ബോക്സ് 1-ൽ ഏതാണ്, സിമ്പിൾസ് ആണ് അല്ലേ. ഏതാണ്, മാൻഡേറ്ററി. ഇതാണ് മാൻഡേറ്ററിയുടെ സിമ്പിൾസ്. ഇതിന്റെ സിമ്പിൾസ് ആണ് നാരോ ബ്രിഡ്ജ് ആണ്, ഇതെന്താണ് റെസ്റ്റോറന്റ് ആണ്, ഇത് പാർക്കിംഗ് ആണ് അല്ലേ. അപ്പൊ മാൻഡേറ്ററി ഏതാണ്, പാർക്കിങ്ങിന്, അതായത് നോ പാർക്കിംഗ് അല്ലേ. നോ പാർക്കിംഗ് മാൻഡേറ്ററി ആണ്, അതായത് 6 ആണ് അല്ലേ, 6 അല്ലേ. അതാണ് നോ പാർക്കിംഗ് എന്നുള്ള സിമ്പിള്. മനസ്സിലായല്ലോ? ഇനി സി കോളത്തിൽ വരുന്ന ഏതാണ്, ബോക്സ് 2-ലെ ഏത് വരും, നോ പാർക്കിംഗ് അല്ലേ. നോ പാർക്കിംഗ് എന്നാണ് ഇവിടെ വരേണ്ടത്. ഇനി കോഷണറി നോക്കി ഏതാണ് വരുന്നത്, അതേ ഇതുണ്ടല്ലോ നാരോ അല്ലെ, നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. നാരോ ബ്രിഡ്ജ് ആണ്, അതായത് പി ആണ് ഇവിടെ വരുന്നില്ല, നാരോ ബ്രിഡ്ജിന്റെ. ദെൻ അത് ബോക്സ് ഏതാണ്, ഇത് കേട്ടോ, നാരോ ബ്രിഡ്ജ്.
ഈ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും കേട്ടോ. ഈ ഇൻഫോർമേറ്ററി ഏതാണ് വരുന്നത്? ഇതാണ് റെസ്റ്റോറൻറ്റ്, അതായത് ക്യൂ ആണ് ഇവിടെ വരുന്നത്. എന്താണ് ഇത്? റെസ്റ്റോറൻറ്റ് സിമ്പിൾ ആണ്. തൊട്ടടുത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുള്ളതിന് കാണിക്കുന്നതിന്റെ സിമ്പിൾ ആണ് അല്ലേ, റെസ്റ്റോറൻറ്റ്. മനസ്സിലായല്ലോ? അപ്പം ഈ സിമ്പിൾസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, a car moving with a speed of 20 meter per second is brought to rest by applying brake. The uniform retardation of the car is 2 meter per second square. എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാറിനെ ബ്രേക്ക് ഉപയോഗിച്ച് നിശ്ചലമാക്കുന്നു. കാറിനുണ്ടായ സമമന്ദീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഒരു കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, 20 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ബ്രേക്ക് കൊടുത്തു. അപ്പോൾ കാറിനുണ്ടായ യൂണിഫോം റിട്ടാർഡേഷൻ, യൂണിഫോം ആയിട്ടാണ് റിട്ടാർഡേഷൻ സംഭവിക്കുന്നത്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഹൗ ലോങ് ഡിഡ് ദ കാർ ടേക്ക് ടു കം ടു റെസ്റ്റ്? കാർ നിശ്ചലമാകാൻ എത്ര സമയം എടുത്തു എന്ന് കണ്ടുപിടിക്കണം. ഹൗ ഫാർ ഡിഡ് ദ കാർ ട്രാവൽ ആഫ്റ്റർ അപ്ലൈയിങ് ബ്രേക്ക്, അതായത് ബ്രേക്ക് ചെയ്തതിന് ശേഷം കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്കിവിടെ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതണം അല്ലേ? സ്പീഡ് തന്നിട്ടുണ്ട്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ആണ് തന്നിരിക്കുന്നത്. u ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ റിട്ടാർഡേഷൻ, അതായത് റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലേ? അപ്പൊ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നെഗറ്റീവ് ഇട്ട് വാല്യൂ എഴുതണം കേട്ടോ. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മൈനസ് ഇട്ടിരിക്കണം. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെയാണ് മിക്കപ്പോഴും എല്ലാവർക്കും തെറ്റിപ്പോകുന്നത് കേട്ടോ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവ് വാല്യൂ ഇട്ടിരിക്കണം. ഇനി വേറെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം? സമയമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എഴുതുള്ളൂ കേട്ടോ. സമയം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സഞ്ചരിച്ച ദൂരം ഇല്ല, ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം സഞ്ചരിച്ച ദൂരം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ സമയം കണ്ടുപിടിക്കാൻ നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ ഉപയോഗിക്കാം? ഇവിടെ u ഉണ്ട്, a ഉണ്ട്, t ഉണ്ട് ഇല്ലേ? അപ്പം ഏത് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം? ഏതാണ്? b ഈസ് ഈക്വൽ ടു u പ്ലസ് at ഇല്ലേ? ഉപയോഗിക്കാം. നമുക്കറിയാം കാർ റെസ്റ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ് ഇല്ലേ? ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കാർ റെസ്റ്റ് ആവുന്നുണ്ട്, അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പം ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സമയം കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഇക്വേഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്താലോ, അതായത് v മൈനസ് യു ഈസ് ഈക്വൽ ടു 18 എന്ന് എഴുതാം, ഓർ t ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? b മൈനസ് യു ബൈ a എഴുതാലോ. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം 0 ആണ്. ഇനീഷ്യൽ പ്രവേഗം അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എത്രയാണ്? 20 ആണ്. ഡിവൈഡ് ബൈ ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ആണ്, അത് മൈനസ് കേട്ടോ, -2. ക്ലിയർ ആയാലോ? മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. പിന്നെ എത്രയാണ് വരുന്നത്? 10 വരും. ക്യാൻസൽ ചെയ്യാലോ? 20/2 എന്ന് പറയുമ്പോൾ 10 ആണ് വരുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ എത്രയാണ്? 10 സെക്കൻഡ് അല്ലേ? അതായത് കാർ നിശ്ചലമാകാൻ എത്രയാണ്? 10 സെക്കൻഡ് സമയം എടുത്തു. ക്ലിയർ ആയാലോ? ഇനി അടുത്ത ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രേക്ക് ചെയ്തതിന് ശേഷം കാർ എത്ര ദൂരം കൂടി സഞ്ചരിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്തു, അപ്പൊ കാർ സഞ്ചരിച്ച ദൂരം, അതായത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ്, കാർ സഞ്ചരിച്ച ദൂരം നമുക്ക് കണ്ടുപിടിക്കണം ഇല്ല? അതായത് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എസ് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ എന്തൊക്കെയാണ്? യു ഉണ്ട്, എ ഉണ്ട്, നമ്മൾ ടിയും കണ്ടുപിടിച്ചു. അപ്പൊ എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഒന്നെങ്കിൽ v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as, ഇത് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ ഉണ്ടല്ലോ, അതും അപ്ലൈ ചെയ്യാം. ഏത് ഇക്വേഷൻ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ഇത് എടുക്കുവാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതായത് v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a ഈസ് ഈക്വൽ ടു s എന്ന് വരും. അതായത് s ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a എന്നുള്ളത്. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 ആണ് അല്ലേ? 0 മൈനസ് യു സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? യു 20 അല്ല, അപ്പൊ 20 × 20 അല്ലേ? ഡിവൈഡ് ബൈ 2 × a എത്രയാണ്? -2 ആണ് അല്ലേ? -2 ആണ് a എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇക്വൽ എത്രയാണ്? -400 വരും. ഡിവൈഡ് ബൈ 2 × ഇത് 2 ആണ് കേട്ടോ. 2 × 2 എന്ന് പറയുമ്പോൾ -4 വരും. മൈനസും മൈനസും ക്യാൻസൽ ആയിട്ട് പോകും. ദെൻ 4ഉം 400 ചെയ്യാം, അപ്പം 100 വരും. അതായത് എസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 മീറ്റർ, 100 മീറ്റർ അല്ലേ? അതായത് ബ്രേക്ക് ചെയ്തതിനു ശേഷം കാറ്
100 മീറ്റർ കൂടി സഞ്ചരിച്ചു. ക്ലിയർ ആയല്ലോ? ഈ ഇക്വേഷനിൽ കൊടുത്താലും അത് കിട്ടും കേട്ടോ. നമുക്ക് നോക്കാം, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. യു എന്ന് വെച്ചാൽ എത്രയാണ്? 20 ആണ്. സമയം 10 തന്നിട്ടുണ്ട്. പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലേഷൻ -a ആണ്. സമയം 10 ഇൻറ്റു 10. ആക്സിലേഷൻ എന്ന് വെച്ചാൽ -2 അല്ലേ? -2 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര വരും? 20 ഇൻറ്റു 10 എന്ന് പറയുമ്പം 200 വരും. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മൈനസും പ്ലസും കൂടെ മൈനസ് ആവും. ഈ 2 കൂടെ ക്യാൻസൽ ആയിട്ട് പോകും. ഇവിടെ മൈനസ് ഉണ്ട്. ദെൻ 10 ഇൻറ്റു 10 100 വരും. 200 മൈനസ് 100 എന്ന് പറയുമ്പോൾ 100 തന്നെ വരും. 100 മീറ്റർ കേട്ടോ. ഏത് ഇക്വേഷൻ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ. മനസ്സിലായില്ല? തന്നിരിക്കുന്ന കാര്യം ഞാൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ നമ്മൾ എഴുതിക്കുമ്പോൾ മനസ്സിലാവും ഏത് ഇക്വേഷൻ ആണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. യൂണിറ്റ് ഒക്കെ എഴുതിയിരിക്കണം കേട്ടോ. യൂണിറ്റ് ഒക്കെ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അതിന് മാർക്ക് കുറയ്ക്കും. ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The velocity of a body increases from 4 meter per second to 10 meter per second. The displacement of the body in this time interval is 7 meter. എന്താണ് പറയുന്നത്? ഒരു വസ്തുവിന്റെ പ്രവേഗം എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 10 മീറ്റർ പെർ സെക്കൻഡ് ആയി വർദ്ധിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഈ സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം 7 മീറ്റർ ആണ്. മനസ്സിലായല്ലോ? ഒരു വസ്തുവാണ്, അതിന്റെ വെലോസിറ്റി 4 നിന്നും 10 മീറ്റർ ആയിട്ട് കൂടുവാണ്. അപ്പൊ ആ ഇന്റർവെൽ ഉണ്ടല്ലോ, ആ ടൈം ഇന്റർവെല്ലിൽ വസ്തു എന്തുമാത്രം ദൂരം സഞ്ചരിച്ചു? 7 മീറ്റർ ദൂരം സഞ്ചരിച്ചു. സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ വസ്തുവിന്റെ ത്വരണം, ആക്സിലേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. 8 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാമല്ലേ? അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ ഫൈനൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 7 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 8 സെക്കൻഡ് കൊണ്ട് വസ്തുവിന്റെ സ്ഥാനാന്തരം സമയവും തന്നിട്ടുണ്ട്. 8 സെക്കൻഡ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ 8 സെക്കൻഡ് കൊണ്ടുണ്ടായ സ്ഥാനാന്തരവും നമുക്ക് അവിടെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ആദ്യമേ നമുക്ക് എന്താണ്? ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ യു ഉണ്ട്, വി ഉണ്ട്, വി ഉണ്ട്, എസും തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാലോ. ഏത് ഇക്വേഷൻ ആണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. അത് വെച്ച് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2s. ഇക്വേഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 അല്ലേ? 10 സ്ക്വയർ വരും. 10 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ അല്ലേ? ബൈ 2 ഇൻറ്റു എസ് എത്രയാണ് വന്നിരിക്കുന്നത്? 7 ആണ് തന്നിട്ടുണ്ട്. അപ്പം 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 100 വരും. 100 മൈനസ് 16 ഡിവൈഡ് ബൈ 14 അല്ലേ? അപ്പം ദാറ്റ് ഈസ് ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു 100 മൈനസ് 16 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 84 വരും. 84 ഡിവൈഡ് ബൈ 14 ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. എത്രയാണ്? 14 ഇൻറ്റു 14 എത്ര പ്രാവശ്യമാണ് 14 വരുന്നത്? 6 പ്രാവശ്യം ഇല്ലേ? അപ്പം 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പം ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്? സെക്കൻഡ് പാർട്ട് ബി പാർട്ട് അല്ലേ? ബി പാർട്ടിൽ എന്താണ്? 8 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം. 8 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കുന്നത്. 8 സെക്കൻഡ്. അപ്പൊ സമയം തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 4 ആണ്, സമയം 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഹാഫ് ആക്സിലേഷൻ ഇവിടെ നമുക്ക് കിട്ടി 6 ആണെന്ന് കിട്ടി. സമയം 8 ആണ്. 8 സ്ക്വയർ. അപ്പം 4 32 വരും. ഈ 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പം 3 വരും. ഇതെല്ലാം കൂടെ ഗുണിക്കുക. 8 64. 64 ഇൻറ്റു 3 പറയുമ്പോൾ എത്ര വരും? 192 വരും കേട്ടോ. 192. ഓക്കെ. കൂട്ടുമ്പോൾ എത്ര വരും? 224 വരും കേട്ടോ. 224 മീറ്റർ ആണ് അവിടെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. 8 സെക്കൻഡ് കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡേറ്റ റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ടാബ്ലേറ്റ്. അതായത് ഒരു വസ്തുവിന്റെ ചലനവുമായിട്ട് സംബന്ധിച്ച ഡേറ്റ ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. വെലോസിറ്റിയും ടൈമും തന്നിട്ടുണ്ട്. സെലക്ട് എ സ്യൂട്ടബിൾ സ്കെയിൽ ആൻഡ് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. അതായത് ഉചിതമായ തോത് ഉപയോഗിച്ചിട്ട് പ്രവേഗ സമയ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രാഫ് വരയ്ക്കാൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് വരയ്ക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വരയ്ക്കാം.
ഇതവിടെ നോക്കിയാൽ ഗ്രാഫ് പേപ്പർ തന്നിരിക്കും. ഗ്രാഫ് പേപ്പർ തന്നിരിക്കും. അപ്പൊ അതിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തും. അപ്പം നമുക്കറിയാം എക്സ് ആക്സിസിൽ ഏതാണ് ടൈം ആണ് എടുക്കേണ്ടത്, വൈ ആക്സിസിൽ ഏതാണ് വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. അപ്പൊ സമയം എന്താ റേഞ്ച് നോക്കുക, 0 തൊട്ട് 30 വരെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം, 5:10 നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രാഫിന് നോക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ഗ്രാഫിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതണം കേട്ടോ. അപ്പൊ ഇതാ ഇവിടെ ഈ ഒരു പോയിന്റ് 5 ആക്കി എടുത്തു. 5, 10, 15, 20, 25, 30, 35 വരെ മതി അല്ലേ. അപ്പൊ ഞാൻ 35 വരെ അടയാളപ്പെടുത്തി. അപ്പൊ വൈ ആക്സിസിലാണ് 20, 25, 30 ഒന്നുമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ 5, 10 എന്ന് എടുക്കാം കേട്ടോ. ഗ്രാഫിന്റെ ഇത് നോക്കി വെച്ച് എന്തുമാത്രം വരുന്നുണ്ടെന്ന് നോക്കി വെച്ചെടുക്കാം. 5, 10, 15, 20, 25, 30 അല്ലെങ്കിൽ 10, 20 എന്നാണ് എടുത്ത് വെച്ചാൽ മതി. നോക്കാം. ഞാൻ നോക്കിയേ, സമയം 0 ആവുമ്പോ പ്രവേഗം എത്രയാണ്, 20 അല്ലേ. സമയം 0 വന്നു, അതായത് ഇത് 0 ആവുമ്പോ വെലോസിറ്റി എത്രയാണ്, 20. അതായത് ഈ ഒരു പോയിന്റ് കേട്ടോ, ഇവിടെ ഒരു പോയിന്റ് വന്നു. ഇനി വെലോസിറ്റി 5 ആവുമ്പം പ്രവേഗം, ഇനി സമയം 5 ആവുമ്പം പ്രവേഗം എത്രയാണ്, 25 ആണ് വരുന്നത്. 25 എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു പോയിന്റ് വരും. മനസ്സിലായല്ലോ. ഇനി ടൈം 10 ആവുമ്പോ വെലോസിറ്റി 30, ടൈം 10 കണ്ടോ, ടൈം 10 ആവുമ്പോ വെലോസിറ്റി ഇവിടെ 30 വരും. ഓക്കെ ആണല്ലോ. ഇനി ടൈം 15 ആവുമ്പോ വെലോസിറ്റി 30, ടൈം 15 ഇവിടെ നിന്ന് നോക്കുക കേട്ടോ. ടൈം 15 ആവുമ്പോൾ വെലോസിറ്റി പിന്നെ എത്രയാണ്, 30-ലാണ് വരുന്നത്, ഈ ഒരു പോയിന്റ്. അതിനടുത്ത് നോക്കിയാൽ ടൈം 20 ആവുമ്പോഴും വെലോസിറ്റി 30 ആണ്. ടൈം 20 ആയി, അപ്പോഴും എന്താണ്, വെലോസിറ്റി ഇവിടെ 30 ആണ്. ഈ ടൈം 25, ടൈം 25 ആകുമ്പോൾ വെലോസിറ്റി ഇതാണ് 25 ആണ് അല്ലേ. അതായത് ടൈം 25 ആകുമ്പോൾ വെലോസിറ്റി ഇവിടെ വരും 25. ഇനി ടൈം 30 ആകുമ്പോൾ വെലോസിറ്റി 20, ടൈം 30 ആണ്, വെലോസിറ്റി ഇവിടെ 20 വരും. മനസ്സിലായല്ലോ. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുക. അപ്പൊ ക്ലിയർ ആയല്ലോ, പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ അതിന് എന്താണ് ചോദിച്ചിരുന്നത്, ഏതെല്ലാം ഇടവേളയിലാണ് വസ്തുവിന് പോസിറ്റീവ് ത്വരണം ഉള്ളത്, അതായത് പോസിറ്റീവ് ആക്സിലറേഷൻ ഉള്ളത്. പോസിറ്റീവ് ആക്സിലറേഷൻ ഉള്ള ഏതാണ്, ഏത് ഇന്റർവെല്ലാണ്, നോക്കി ഇത്രയും ഏരിയ ഇല്ല, ഇത്രയും ഏരിയയിലാണ് പോസിറ്റീവ് ആക്സിലറേഷൻ ഉള്ളത്. അതായത് 0 മുതൽ ടൈം എത്രയാണ് വരുന്നത്, നേരെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 0 മുതൽ 10 വരെ ഇല്ല. അതായത് പോസിറ്റീവ് ത്വരണമുള്ളത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്, പോസിറ്റീവ് ത്വരണമുള്ളത് എവിടെ നിന്നിട്ടാണ്, 0 മുതൽ 10 സെക്കൻഡ് വരെ, 0 മുതൽ 10 സെക്കൻഡ് വരെ പോസിറ്റീവ് ത്വരണം. ഇനി നെഗറ്റീവ് ത്വരണം, റിട്ടാർഡേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലേഷൻ വരുന്നത് താഴോട്ടല്ലേ, ഈ ഒരു ഏരിയ. അതായത് അവിടെ സമയം നോക്കിയതാ ഇവിടെ നിന്നാണ് വരുന്നത്. അതായത് സമയം എത്രയാണ്, 20 തൊട്ട് എത്രയാണ്, 30 സെക്കൻഡ് വരെ അല്ലേ. 20 to 30 സെക്കൻഡ് വരെയാണ് ഇവിടെ നെഗറ്റീവ് ആക്സിലേഷൻ ഉള്ളത്. ഇനി നമ്മൾ സ്കെയിൽ എഴുതണം കേട്ടോ, സ്കെയിൽ എഴുതണം, അത് മറന്നുപോയല്. സ്കെയിൽ പറയുമ്പം എക്സ് ആക്സിസിൽ നോക്കുക 10 ഡിവിഷൻ, എക്സ് ആക്സിസിൽ 10 ഡിവിഷൻ എത്രയാണ്, നോക്കുക 5 ഇല്ലേ, 5 സെക്കൻഡ് ആണ്, 5 സെക്കൻഡ്. അതുപോലെ തന്നെ വൈ ആക്സിസിലോ, വൈ ആക്സിസിൽ നോക്കുക 10 ഡിവിഷൻ അല്ലേ. വൈ ആക്സിസിലും 10 ഡിവിഷൻ നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത്, അവിടെ നോക്കിയേ 5 അല്ലേ. അപ്പൊ 5 എന്താണ്, വൈ ആക്സിസിൽ വെലോസിറ്റി അല്ലേ, അപ്പൊ 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇങ്ങനെ സ്കെയിലും കൃത്യമായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക്, അവിടെ മാർക്കൊന്നും കുറയ്ക്കാനല്ലോട്ടെ, ഫുള്ള് മാർക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിലും വൈ ആക്സിലും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിരിക്കണം. ഇങ്ങനെ എന്താണ്, ടൈം ആണോ വെലോസിറ്റി ആണോ അത് അടയാളപ്പെടുത്തിയിരിക്കുക. ഞാൻ സ്കെയിലും വരച്ചിരിക്കണം, എങ്കിലുള്ള നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതുക, ക്വസ്റ്റ്യൻ എഴുതി വെച്ച് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. യൂണിറ്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. യൂണിറ്റുകളൊക്കെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, അത് എഴുതിയിരിക്കണം. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാവുള്ളൂ. കാൽക്കുലേഷൻ പാർട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അവരുടെ ഡൗട്ടുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് നടത്താം. ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലും ജോയിൻ ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സുകളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.